ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് മെഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ. പുസ്തകത്തിലെ ആദ്യത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളാണല്ലേ. ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇത് പണ്ട് മധ്യകാല ഇന്ത്യയിൽ, നമ്മുടെ മെഡീവൽ ഇന്ത്യയിൽ പണ്ട് ഭരിച്ചിരുന്ന 2 കിങ്ഡം അഥവാ രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണ്. ഇതിൽ ആദ്യത്തെ ചിത്രം നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലേ, അതായത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളതാണല്ലേ. ആദ്യത്തെ ചിത്രം റെഡ് ഫോർട്ടിൻ്റേതാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത്. മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിലാണ് ഈ ചെങ്കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് ഷാജഹാൻ ചക്രവർത്തിയുടെ, മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ്റെ ഭരണകാലത്താണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരമുണ്ട്. വിജയനഗരത്തിൻ്റെ തലസ്ഥാനമാണ് ഹംപി. അതിൻ്റെ ചിത്രമാണ് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത്. ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചിത്രം റെഡ് ഫോർട്ടിൻ്റേതും രണ്ടാമത്തെ ചിത്രം വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയുടേതുമാണ്. നമ്മൾക്കാദ്യം മുഗൾ ഭരണത്തെ പറ്റിയിട്ട് പഠിക്കാം. മുഗൾ റൂൾ അഥവാ മുഗൾ ഭരണം. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. ഡൽഹിയെ ക്യാപിറ്റലാക്കിക്കൊണ്ട്, ഡൽഹിയെ കേന്ദ്രമാക്കിക്കൊണ്ട് 1857 വരെ അഥവാ മുഗൾ ഭരണം ഇവിടെ നിലനിന്നിരുന്നു. ആ സമയത്തെ പ്രധാന ഭരണാധികാരികളെ ഇവിടുത്തെ ഒരു പദസൂര്യനിൽ നൽകിയിട്ടുണ്ട്. മുഗൾ ഭരണത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ബാബർ 1526 മുതൽ 1530 വരെയും, ഹുമയൂൺ 1530 ടു 1540, 1555 ടു 1556, അക്ബർ 1556 മുതൽ 1605 വരെ, ജഹാംഗീർ 1605 മുതൽ 1627 വരെ, ഷാജഹാൻ 1628 മുതൽ 1658 വരെ, ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. The Mughals had a very vast kingdom. In addition to today's India, the Mughal rule had spread to the neighboring countries too. വളരെ വിസ്തൃതമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു ഈ മുഗൾ ഭരണക്കാർക്ക്. അതുപോലെ തന്നെ ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ ഒരുപാട് രാജ്യങ്ങളിലേക്ക്, നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് അയൽ രാജ്യങ്ങളിലേക്കും ഈ മുഗൾ ഭരണം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാപ്പ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഇന്നത്തെ രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളിലാണ് മുഗൾ ഭരണം വ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്തി എഴുതാൻ പറ്റും. അപ്പം അഫ്ഗാനിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്. അപ്പം അതൊക്കെ പട്ടികപ്പെടുത്തി എഴുതുക. ദ മുഗൾസ് ആൻഡ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. മുഗളരും 1ാം പാനിപ്പത്ത് യുദ്ധവും. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചിട്ടുള്ളത്. അന്നത്തെ മുഗൾ രാജ്യസ്ഥാപകൻ ബാബറാണ്. അത് നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. മുഗൾ സ്ഥാപകനായിട്ടുള്ളത് ബാബറായിരുന്നു. ബാബറിൻ്റെ പിതാവ് വഴി തുർക്കി രാജാവായിരുന്ന അന്നത്തെ തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെയും, അതുപോലെ തന്നെ മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു ആര്? ബാബർ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ ഒരു രാജവംശത്തിനെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ദി യൂറോപ്യൻസ് ഹൂ സ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ദ ഡൈനാസ്റ്റി ആസ് മുഗൾ ഡ്യൂറിങ് ദ 16th century. അപ്പോൾ യൂറോപ്യരാണ് 16ാം നൂറ്റാണ്ടിൽ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയ ആ ഒരു രാജവംശത്തിനെ. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു, ലാസ്റ്റ് റൂളർ ആയിരുന്നു ആര്? ഇബ്രാഹിം ലോധി. ഈ ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ കാബൂളിലെ ഭരണാധികാരി ആരായിരുന്നു? ബാബറും ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച്
യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തിനെ നമ്മൾ ചരിത്രത്തിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചിട്ട്. ഈ യുദ്ധവിജയത്തിലൂടെ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചു. അടുത്തതായി പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം ജസ്യൂട്ട് പാതിരിയായിട്ടുള്ള പീറി ജാറിക് എഴുതിയിട്ടുള്ള ഒരു അനുശോചന കുറിപ്പാണ്. ഇതിൽ നിന്നും നമുക്ക് അക്ബർ ചക്രവർത്തിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എംപറർ അക്ബർ ഹു ഷൂക്ക് ദ ഈസ്റ്റ് പാസ്ഡ് അവേ. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. അക്ബർ വാസ് ഇന്ത്യയുടെ ഗ്രേറ്റ് എംപറർ. അദ്ദേഹം ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ പ്രജകളിൽ വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലായിടത്തും ഒരേ തുല്യനീതി, ഈക്വൽ ജസ്റ്റിസ്, ഒരു തരത്തിലുമുള്ള വേർതിരിവുമില്ലാതെ ഈക്വൽ ജസ്റ്റിസ് നൽകിയിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു അക്ബർ. അതായത് ഒരു തരത്തിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലോ കാസ്റ്റസ്, ഫെമിലിയർ ഓർ അൺഫെമിലിയർ, പരിചിതരോ അല്ലെങ്കിൽ അപരിചിതരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താഴ്ന്ന ഉയർന്ന വിഭാഗങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെ ഒരു തരത്തിലുമുള്ള ഒരു ഡിസ്റ്റിങ്ഷനും വേർതിരിവും ഇല്ലാതെ തുല്യനീതി നടപ്പിലാക്കിയ ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു അക്ബർ. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളവരോട്, അതായത് കരുത്തരോട് വളരെ ശക്തമായിട്ടും അശക്തരോട് വീക്ക് ആയിട്ടുള്ളവരോട് വളരെ കൈൻഡായിട്ടും കരുണയോടും പെരുമാറിയ ഒരു എംപറർ ആയിരുന്നു അക്ബർ ചക്രവർത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. നമുക്ക് അക്ബർ ചക്രവർത്തിയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അനുശോചന കുറിപ്പിൽ നിന്നും മനസ്സിലായി. ഈ കാര്യങ്ങളിൽ നിന്ന് ആ ഒരു എബവ് നോട്ടിൽ നിന്ന്, മുകളിൽ നൽകിയിട്ടുള്ള ആ ഒരു നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അക്ബർ ഒരു പവർഫുൾ റൂളർ ആയിരുന്നല്ലേ, അതായത് ഒരു അതിശക്തനായിട്ടുള്ള ചക്രവർത്തി ആയിരുന്നു. പിന്നെ എന്തൊക്കെ മനസ്സിലാക്കാം? പ്രജകളോട് നല്ല സ്നേഹമുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള തരംതിരിവും ഇല്ലാതെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കിയ ഒരു ശക്തനായ മഹാനായ ഒരു ചക്രവർത്തി ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും വളരെ കരുണയോടും കൂടിയൊക്കെ പെരുമാറി എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു അക്ബർ. അടുത്തതായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ആ ചിത്രം എന്തിൻ്റെയാണ്? മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ചക്രവർത്തി ആരായിരുന്നു? ഭരണാധികാരി ആരായിരുന്നു? അക്ബർ ആയിരുന്നു. അക്ബർ വിവിധ മതസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്ന ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. In 1575, 1575, അക്ബർ ബിൽറ്റ് ഇബാദത്ത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനം ഏതായിരുന്നു? ഫത്തേപൂർ സിക്രി ആയിരുന്നു. ഇവിടെ അക്ബർ ഒരു ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. ഇവിടെ വേരിയസ് റിലീജിയൻസിൽ നിന്നുള്ള, വിവിധ മതങ്ങളിൽ നിന്നുള്ള സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ്, അതായത് പണ്ഡിതരും പ്രമുഖരുമൊക്കെ ഇവിടെ ചേർന്ന് ഇവിടെ ചർച്ചകൾ നടത്തിയിരുന്നു. These discussions speaks volumes about അക്ബേഴ്സ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. റിലീജിയസ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മതസഹിഷ്ണുത. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അക്ബർ പിന്തുടർന്നിരുന്ന ഒരു മതസഹിഷ്ണുതയുടെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ ഇബാദത്ത് ഖാന എന്നുള്ളത്. Akbar created Din Ilahi, his visionary religion, by combining the good aspect of all religions. എല്ലാ മതങ്ങളുടെയും ഗുഡ് ആസ്പെക്റ്റ്, നല്ല വശങ്ങൾ സംശീകരിച്ചുകൊണ്ട് അതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് അക്ബർ തൻ്റെ ഒരു ദർശനം, ഒരു വിഷണറി റിലീജിയൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് ദിൻ ഇലാഹി. ഇതിൻ്റെ കോർ ഓഫ് ദി വിഷൻ, അതായത് ആ ഒരു ദർശനത്തിൻ്റെ ഏറ്റവും കാതൽ എന്ന് പറയുന്നത് പീസ് ടു ഓൾ അല്ലെങ്കിൽ സുൽഹി കുൽ എന്നതാണ്. He aimed to clarify the idea that all visions are for the welfare of human beings. അതായത് ഏത് ദർശനങ്ങളായിക്കോട്ടെ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എല്ലാ ദർശനങ്ങളും എന്നാണ് അദ്ദേഹം ഇതിൽ നിന്നും ഉദ്ദേശിച്ചത്. The abolition of the religious tax called jizya proved that Akbar followed tolerance in the administrative field as well. അവിടുത്തെ ഒരു മതനികുതി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ജസിയ എന്നായിരുന്നു. ഇതിൽ നിന്നും അത് അബോളിഷൻ ചെയ്തു, അതായത്
നിർത്തലാക്കി അല്ലെങ്കിൽ തുടച്ചു നീക്കി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? ടോളറൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ആസ് വെൽ. അതായത് അദ്ദേഹത്തിൻ്റെ ഭരണരംഗത്തുണ്ടായ സഹിഷ്ണുതാ നയമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത്. പീപ്പിൾ ഫ്രം ഓൾ സെക്ട്സ് വെയർ ട്രീറ്റഡ് ഈക്വലി ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ദ മുഗൾ റൂൾ. അതായത് ഏത് രംഗത്തായിക്കോട്ടെ, ഏത് മേഖലയിലുമുള്ളവരെ, എല്ലാ മതസ്ഥരെയും തുല്യമായിട്ടായിരുന്നു അദ്ദേഹം പരിഗണിച്ചിരുന്നത്. രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവരെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഉന്നത സ്ഥാനം ഉള്ളവരായിരുന്നു, ഹൈ പൊസിഷൻസിൽ ഉള്ളവരായിരുന്നു, ഉന്നത സ്ഥാനം വഹിച്ചവരിൽ ഏറ്റവും പ്രധാനികളായിരുന്നു. മുഗൾ സുൽത്താൻ ജഹാംഗീർ റെക്കോർഡഡ് ഇൻ ഹിസ് മെമ്മോർ തുസുഖി ജഹാംഗീരി ദാറ്റ് അക്ബർ ഹാഡ് ഓർഡേർഡ് ഹിസ് ഫോളോവേഴ്സ്. അതായത് അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായിട്ട് മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പിൻ്റെ പേരെന്തായിരുന്നു? തുസുഖി ജഹാംഗീരിയിൽ നൽകിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. My followers should not waste time in the enmity with the other religions. Let the concept of sulh-e-kul, peace to all, be applied to all belongings to the other religions. അതായത് എൻ്റെ ഫോളോവേഴ്സ് ആരും, അനുയായികൾ ആരും മറ്റു മതസ്ഥരുമായിട്ട് ശത്രുതയിലൊന്നും ഏർപ്പെടരുത്. അതിന് പകരം പീസ് ടു ഓൾ, സുൽഹ്-ഇ-കുൽ വേണം എല്ലാവർക്കും. അതുപോലെ തന്നെ നോട്ട് കിൽ ആനിമൽസ് ഓർ ടേക്ക് അപ്പ് ആംസ് എക്സെപ്റ്റ് ഇൻ ടൈംസ് ഓഫ് വാർ. ആനിമൽസിനെ ഒന്നും തന്നെ കൊല്ലരുത്. അതുപോലെ തന്നെ വാറിൻ്റെ സമയത്തല്ലാതെ, യുദ്ധത്തിൻ്റെ സമയത്തല്ലാതെ ആംസ് എടുക്കരുത്, അതായത് ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുതെന്ന് അക്ബർ തൻ്റെ അനുയായികളോട് പറഞ്ഞതായിട്ട് തുസുഖി ജഹാംഗീരി എന്ന് തൻ്റെ ഓർമ്മക്കുറിപ്പിൽ ജഹാംഗീർ എഴുതി, മുഗൾ സുൽത്താനായിട്ടുള്ള ജഹാംഗീർ എഴുതി. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് അക്ബറിൻ്റെ പോളിസിയെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലായതുപോലെ തന്നെ റിലീജിയസ് ടോളറൻസിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഡിസ്കഷൻ ചെയ്യുക. ദ മുഗൾ ആർമി, അതായത് മുഗൾ സൈന്യം. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്, അതായത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. അതായത് ആ ഒരു രാജ്യം വിപുലമാക്കുന്നതിന്, എക്സ്റ്റെൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ ആ വിസ്തൃതമാക്കപ്പെട്ട രാജ്യമുണ്ടല്ലോ അതിനെ നിലനിർത്താനും വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ശക്തമായ സൈന്യം തന്നെ ആവശ്യമായിരുന്നു. മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗസ്ഥർക്കും അവർ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ പറ്റി മാൻസബ്ദാരി അതായത് ആ ഒരു മാൻസാബിന്റെ റാങ്ക് ഉണ്ടല്ലോ, അവരുടെ പദവി നിശ്ചയിക്കുന്നത് അവർ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തെ അവരുടെ സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. സിസ്റ്റം ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സ്ചക്കർ. അതായത് സ്റ്റേറ്റ് എക്സ്ചക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ഖജനാവിൽ നിന്നും നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരം ഈ സമ്പ്രദായം നടപ്പിലാക്കി. മാൻസബ്ദാർസ് വെർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്. അവരുടെ പദവിക്കനുസരിച്ചായിരിക്കും മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ചായിരിക്കും ഭൂമി പതിച്ചു നൽകിയിരുന്നത്. The Mansabdar maintained his army by collecting tax from the land allotted to them. അവർക്ക് വേണ്ടിയിട്ടൊരു ലാൻഡ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഭൂമി പതിച്ച് നൽകിയിട്ടുണ്ടല്ലോ, ഇവിടെ നിന്നും എന്ത് ചെയ്യണം? അവർ ടാക്സ് പിരിച്ചെടുക്കണം, നികുതി പിരിച്ചെടുത്തിട്ട് വേണം ഈ ഒരു സൈന്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്. The support of the nobles and the military was necessary to carry forward the regime strongly. അപ്പം ഇങ്ങനെ ഒരു ഭരണം കൊണ്ടുപോകണമെങ്കിൽ പ്രമുഖരും അതുപോലെ തന്നെ സൈനികരുടെയൊക്കെ പിന്തുണ അവർക്ക് ആവശ്യമായിരുന്നു. മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. അപ്പം ഈ ഒരു മാൻസബ്ദാരി സമ്പ്രദായം എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്? ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നടപ്പിലാക്കിയത്, ഇംപ്ലിമെൻറ്റ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അടുത്തത്, ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ, അതായത് മുഗൾ ഭരണരീതി. ലെറ്റ് us see the measures adopted for administrative convenience during ദ മുഗൾ പീരീഡ്. അതായത് നമ്മുടെ ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ സ്വീകരിച്ചിരുന്ന ഒരു ക്രമം അല്ലെങ്കിൽ ഒരു ക്രമീകരണമാണ് ഇനിയുള്ളത്. ആ ഒരു മുഗൾ കിങ്ഡത്തെ, മുഗൾ രാജ്യത്തിന് നമ്മൾ 4ആയിട്ട് തരംതിരിച്ചു. എന്തൊക്കെയായിരുന്നു അത്? സുബ, സർക്കാർ, പർഗാന, ഗ്രാമം.
സുബ, സർക്കാർ, പർഗാന, ഗ്രാമ അങ്ങനെ 4ആയിട്ട് തിരിച്ചു. In Mughal rule that such an administrative order was effectively formed. അതായത് ഈ ഒരു 4ആയിട്ട് തരംതിരിച്ചില്ലേ ഈ ഒരു മുഗൾ അഡ്മിനിസ്ട്രേഷനെ, സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്നിങ്ങനെ തരംതിരിച്ചത് അക്ബറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ദ എംപറർ വാസ് ദ സൊവേരിയൻ അതോറിറ്റി ഓഫ് ദി കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. അപ്പം അവിടുത്തെ ചക്രവർത്തി അഥവാ എംപറർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്? രാജ്യത്തിൻ്റെ പരമാധികാരി, അതായത് സൊവേരിയൻ അതോറിറ്റി ഓഫ് ദി കൺട്രി ആയിരുന്നു, അതായത് രാജ്യത്തിൻ്റെ പരമാധികാരിയായിരുന്നു. അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു? ദ കമാൻഡർ ഇൻ ചീഫ്, സർവ്വസൈന്യാധിപനായിരുന്നു. അതുപോലെ തന്നെ ലോ മേക്കർ ആയിരുന്നു, നിയമനിർമ്മാതാവ്. അതുപോലെ തന്നെ സുപ്രീം ജഡ്ജ്, അതായത് ന്യായാധിപനുമൊക്കെ ആയിരുന്നു. ദ എംപറർ ആരൊക്കെയായിരുന്നു? സൊവേറിയൻ അതോറിറ്റി ഓഫ് ദി കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. During the Mughal period, there were no separate courts for the administrative of the justice as today. അതായത് ഇന്നത്തെ പോലെ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കോടതികളൊന്നും തന്നെ എന്തിനു വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല? ന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, ന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കോഡ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇൻസ്റ്റെഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഖാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. അതായത് അതിന് പകരമായിട്ട് ഉണ്ടായിരുന്നത് അവിടുത്തെ മതപണ്ഡിതരായിരുന്നു, അതായത് അവിടുത്തെ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആയിട്ടുള്ള, അതായത് തദ്ദേശീയരായിട്ടുള്ള ആ സ്ഥലത്തെ തന്നെ റിലീജിയസ് സ്കോളേഴ്സ്, മതപണ്ഡിതരായിരുന്നു. അവരെ ഖാസിമാർ എന്നാണ് അറിയപ്പെട്ടത്. അവരായിരുന്നു ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അതായത് അന്വേഷിക്കുന്നതും അതിൻ്റെ തീർപ്പ് കൽപ്പിച്ചിരുന്നതും. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. അതായത് ഈ ഖാസിമാരുണ്ടല്ലോ, അതായത് ഈ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ്, അപ്പം ഇവർ നൽകിയിട്ടുള്ള ഈ ഒരു ഡിസിഷനിൽ, അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതായത് അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി, അതായത് നേരിട്ട് രാജാവിനോട് അവരുടെ അതൃപ്തി പറയാവുന്നതാണ്, അല്ലെങ്കിൽ കംപ്ലയിൻറ്റുകൾ കൊടുക്കാൻ, പരാതി നൽകാവുന്നതാണ്. Ministers and heads of departments were appointed to advise the king on administrative matters. അപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, കിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്? മന്ത്രിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓരോ വകുപ്പിൻ്റെയും അധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അതായത് അവിടുത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ട്. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് who visited India at that time recorded about the society during the Mughal rule. അതായത് അന്ന് ഇന്ത്യ വിസിറ്റ് ചെയ്ത യൂറോപ്യൻ ട്രാവലേഴ്സും അതുപോലെ തന്നെ ട്രേഡേഴ്സ്, വ്യാപാരികളും അന്നത്തെ മുഗൾ റൂളിനെ പറ്റിയിട്ട്, അവിടുത്തെ സമൂഹത്തെ പറ്റിയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു, അതായത് രേഖപ്പെടുത്തിയിരുന്നു. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ആ ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി ആയിരുന്നു. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. അതായത് സമൂഹത്തെ പല തട്ടുകളായിട്ട്, ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് ആയിട്ട് തട്ടുകളാക്കി വിഭജിക്കപ്പെട്ടിരുന്നു. അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്തായിട്ട് പഠിക്കാം. ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. അതായത് സാധാരണക്കാർ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ, ബോട്ടം ഓഫ് ദ സൊസൈറ്റിയിലുമായിരുന്നു. അതുപോലെ തന്നെ കിങ് എവിടെ ആയിരുന്നു? കിങ് അറ്റ് ദ ടോപ്പ്, അതായത് കിങ് ഏറ്റവും മുകളിലും ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അതായത് അവിടുത്തെ സമൂഹത്തിലെ ആളുകളുടെ ജീവിത നിലവാരം അവർക്ക് കിട്ടിയ വേജസ് ആൻഡ് ഇൻകം അനുസരിച്ചായിരുന്നു, അവരുടെ വേതനത്തിൻ്റെയും വരുമാനത്തിനെയും ആശ്രയിച്ചായിരുന്നു ഇരുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാമേഴ്സ്. അവിടെയുള്ള ആളുകൾ കൂടുതൽ എങ്ങനെയായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നല്ലേ, കർഷകരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അവർക്കിടയിൽ എന്ത് നിലനിന്നിരുന്നു? ജാതി വ്യവസ്ഥകൾ, കാസ്റ്റ് സിസ്റ്റം അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ കാസ്റ്റുകൾക്കും, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏതൊരു കാസ്റ്റിനായാലും അവരുടേതായിട്ടുള്ള കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് അല്ലെങ്കിൽ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് കാണും അല്ലേ. അതായത് അവരുടെ ഓരോ ജാതിക്കിടയിൽ എന്ത് കാണും? അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കാണത്തില്ലേ? അതുപോലെ തന്നെ അന്ന് ടവേർണിയർ എന്നൊരു ഫ്രഞ്ച് ട്രാവലർ ഉണ്ടായിരുന്നു. ആ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അതായത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യയെ വിസിറ്റ് ചെയ്ത ഒരു ഫ്രഞ്ച് ട്രാവലറായിരുന്നു ആര്?
ടവർണിയർ. അദ്ദേഹം റെക്കോർഡഡ് ദ സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതികളെ പറ്റിയിട്ടും സോഷ്യൽ കണ്ടീഷൻസ്, സാമൂഹ്യ വ്യവസ്ഥയെ പറ്റിയിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? റെക്കോർഡഡ്, അതായത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. There existed wide differences in the way of life, food habits and clothing of people from place to place. അതായത് ഓരോ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾക്കിടയിൽ എന്ത് കാണും? ഡിഫറൻസ് ഇൻ ദ വേസ് ഓഫ് ലൈഫ്, അതായത് അവരുടെ ജീവിത രീതിയിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലും വസ്ത്രത്തിലുമൊക്കെ വളരെയധികം വ്യത്യാസങ്ങളാണ് നിലനിന്നിരുന്നു. ബാബർ in his memoirs recorded the labor system and caste system prevalent in India during those days. അതായത് ആ സമയത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ലേബർ സിസ്റ്റത്തെ പറ്റിയിട്ടും കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടും തൊഴിൽ വ്യവസ്ഥയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടും ബാബർ അന്ന് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി പുസ്തകത്തിൽ ഒരു ചെറിയൊരു ബോക്സിലൊരു നീല ബോക്സിൽ കൊടുത്തിട്ടുണ്ടായില്ലേ, ആഗ്രയും ഫത്തേപൂർ സിക്രിയെ പറ്റിയിട്ടും. ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വെർ ലാർജർ ദാൻ ദ സിറ്റി ഓഫ് ലണ്ടൻ. അതായത് ലണ്ടൻ സിറ്റിയെക്കാളും, ലണ്ടൻ നഗരത്തെക്കാട്ടും വലുതായിരുന്നു ആഗ്രയും ഫത്തേപൂർ സിക്രിയും. വാസ് ഓൾവേസ് ബസ്ലിംഗ് വിത്ത് ദ പീപ്പിൾ. അതായത് ആളുകൾ എപ്പോഴും എന്തായിരുന്നു? ഒത്തിരി ഉണ്ട്, അതായത് ജനനിബിഡമായിരുന്നു ആ സ്ഥലത്ത്. The 12-mile distance between these cities were filled with markets selling food and other items all along the way. അതായത് ഒരു 12 മൈൽ ദൂരത്തോളം ഈ നഗരങ്ങൾ തമ്മിലുണ്ട്. ഈ ദൂരം ഇത്രയും എന്തായിരുന്നു? ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ മറ്റും വിൽക്കുന്ന ഒരു മാർക്കറ്റ്സ്, അതായത് അങ്ങാടികളൊക്കെ കാണാമായിരുന്നു നമുക്ക്. Above is the description of two cities in India by Ralph Fitch, an Englishman who visited India during the Mughal period. അതായത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു ആര്? റാൽഫ് ഫിച്ച്. അപ്പം ഈ റാൽഫ് ഫിച്ച് ആണ് അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ഈ നൽകിയിട്ടുള്ളത്, ആ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. From this description, ഈ ഒരു വിവരണത്തിൽ നിന്നും you can understand the economic progress we had achieved during the Mughal rule. അതായത് ആ ഒരു മുഗൾ ഭരണകാലത്ത് നമുക്കുണ്ടായ എക്കണോമിക്കൽ പ്രോഗ്രസ്, അതായത് സാമ്പത്തിക പുരോഗതിയെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു വിവരണത്തിൽ നിന്ന് മനസ്സിലാകുമല്ലോ അല്ലേ. ഇനി അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്, കാർഷിക പുരോഗതി അല്ലെങ്കിൽ കാർഷിക രംഗത്ത് നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ. അപ്പം അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് വെയർ ബേസിസ് ഫോർ ദിസ് എക്കണോമിക്കൽ പ്രോഗ്രസ്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക പുരോഗതിയുടെ ഏറ്റവും അടിസ്ഥാനം എന്തായിരുന്നു? അഗ്രികൾച്ചറൽ അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതായത് സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് നിന്നിരുന്നത് അന്നത്തെ കാർഷിക രംഗത്തുണ്ടായ നേട്ടങ്ങളായിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഓഫ് ദാറ്റ് ടൈം. ആ ഒരു സമയത്തെ മേജറായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്തൊക്കെയായിരുന്നു? റൈസ്, അരി, വീറ്റ്, ഗോതമ്പ്, അതുപോലെ തന്നെ ബാർലി, ഷുഗർ കെയിൻ, കരിമ്പ്, അതുപോലെ തന്നെ കോട്ടൺ, പരുത്തി, ഓയിൽ സീഡ്സ്, അതായത് എണ്ണക്കുരുക്കൾ, അവയൊക്കെയായിരുന്നു അവിടുത്തെ മെയിനായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അറ്റ് ദാറ്റ് ടൈം. അബുൽ ഫസൽ ഇൻ ഹിസ് ബുക്ക് ഐൻ ഇ അഖ്ബാരി. അബുൽ ഫസൽ തൻ്റെ ബുക്ക് ഐൻ ഇ അഖ്ബാരിയിൽ നിന്ന് അതിൽ റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. അതായത് അബുൽ ഫസൽ തൻ്റെ ബുക്കായിട്ടുള്ള ഐൻ ഇ അഖ്ബാരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്ത തരത്തിലുള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ഫാമർ വാസ് നോ എഫക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ്. അതായത് അതായത് കർഷകർ ആ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ അവരെ ആ ഒരു ഭാഗത്ത് നിന്ന്, ആ ഒരു കൃഷിഭൂമിയിൽ നിന്നും അവരെ ഒഴിപ്പിച്ചിരുന്നില്ല. The use of technology and new tools enriched the agricultural sector during the Mughal period. അതായത് മുഗൾ പീരീഡ് സമയത്ത്, അതായത് മുഗൾ ഭരണ കാലഘട്ടത്തിലെ കാർഷിക പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് അന്നത്തെ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ പുതിയ ഉപകരണങ്ങളും ന്യൂ ടൂൾസും ആയിരുന്നു. The Persian wheel and canals were widely used for irrigation. ഇറിഗേഷന് വേണ്ടിയിട്ട്, അതായത് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസേചനത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ദ പേർഷ്യൻ വീൽ, പേർഷ്യൻ ചക്രങ്ങളും അതുപോലെ തന്നെ കനാലുകളുമായിരുന്നു അന്ന് വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അബുൽ ഫസലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അബുൽ ഫസൽ വാസ് എ മോസ്റ്റ് പ്രോമിനൻറ്റ് ഹിസ്റ്റോറിയൻ ഡ്യൂറിങ് ദ മുഗൾ എറ. അതായത് മുഗൾ ഭരണ കാലഘട്ടത്തിലെ ഒരു മുഖ്യ ചരിത്രകാരൻ, ഹിസ്റ്റോറിയൻ ആയിരുന്നു ആര്? അബുൽ ഫസൽ. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ ആൻഡ് ബയോഗ്രാഫർ.
അതായത് അബുൽ ഫസൽ അക്ബറിൻ്റെ അഡ്വൈസർ, അതായത് ആരാണ്, ഉപദേശകനും അതുപോലെ തന്നെ ബയോഗ്രാഫർ, ജീവചരിത്രകാരനും ആയിരുന്നു. ഹീ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്സ് ഐൻ ഇ അക്ബാരി ആൻഡ് അക്ബർനാമ. ഐൻ ഇ അക്ബാരി എന്നുള്ളതും അതുപോലെ തന്നെ അക്ബർനാമ എന്ന പേരുള്ള 2 ഗ്രന്ഥങ്ങളുടെ ഓഥർ, എഴുത്തുകാരനാണ് അല്ലെങ്കിൽ കർത്താവാണ് ആര്, അബുൽ ഫസൽ. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തുണ്ടായ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദന വർധനവ് എന്തിനെയൊക്കെ ആക്സിലറേറ്റ് ചെയ്ത് ത്വരിതപ്പെടുത്തി, ട്രേഡ് ആൻഡ് അർബനൈസേഷൻ, അതായത് കച്ചവടത്തിനെയും അതുപോലെ തന്നെ നഗരവൽക്കരണത്തിനെയും ത്വരിതപ്പെടുത്തി. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വിദേശ ചരക്കുകൾ, അതിൻ്റെയൊക്കെ പ്രധാന പ്രവേശന കവാടമായിരുന്നു എന്ത്, ഗുജറാത്ത്. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. മെയിനായിട്ടും അന്നുണ്ടായ കയറ്റുമതി ഇനങ്ങൾ അല്ലേ, എക്സ്പോർട്ട് ഐറ്റംസ് എന്തൊക്കെയായിരുന്നു, ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ടുകൾ, പിന്നെ പഞ്ചസാര, ഷുഗർ, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു. ദ മേജർ സിറ്റീസ് ഓഫ് ദ പീരീഡ് വെയർ ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര എക്സെട്ര. അതായത് അന്നത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഈ ഒരു മേജർ സിറ്റീസ് ഓഫ് ദീസ് പീരീഡ്. ഏതൊക്കെയായിരുന്നു, ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. ഇനി നമുക്ക് പുസ്തകത്തിലൊരു വർക്കാണ് നൽകിയിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ഇൻ വിച്ച് ദീസ് മുഗൾ സിറ്റീസ് ആർ ലൊക്കേറ്റഡ് നൗ. അതായത് അന്നത്തെ മുഗൾ ഭരണകാലത്തെ ആ നഗരങ്ങൾ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിലനിൽക്കുന്നതെന്ന്. മുഗൾ സിറ്റീസും പ്രസൻറ്റ് കൺട്രീസും നൽകിയിരിക്കുന്ന ഒരു പട്ടികയാണിത്. ധാക്ക ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് എവിടെയാണ്, ഇന്ത്യയിലാണല്ലേ. അതുപോലെ ലാഹോർ പാകിസ്ഥാൻ, സൂറത്ത്, ആഗ്ര എവിടെയാണ്, ഇന്ത്യയിലാണല്ലേ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയംകാർക്കും ഇത് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിൻ്റെ പാർട്ട് 1 ഇന്ന് തീരുകയാണ്. പാർട്ട് 2 അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.